നമ്മൾ മരത്തിൽ ചെയ്യുന്ന സമയത്ത് ഇത്രയും വലിയ വിൻഡോ ചെയ്യാൻ വേണ്ടി നമുക്ക് വലിയൊരു എക്സ്പെൻസ് തന്നെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ട് വരും. എന്നാൽ അതിനേക്കാൾ കുറഞ്ഞൊരു എക്സ്പെൻസിൽ നമുക്ക് വിൻഡോ ചെയ്യാൻ സാധിക്കും. ഇത് റൂം ഡോർ ആണ്, സിംഗിൾ ഡോർ ആയിട്ടാണ് നമുക്ക് കിട്ടുക. ഇതിന് അടിപ്പടി ഉണ്ടാവില്ല, നേരെ നമുക്ക് റൂമിലേക്ക് കയറി പോകാൻ ക്ലീനിങ്ങിനൊക്കെ ഈസി. അതാണ് ഫ്രണ്ട് ഡോർ വരുന്നത്, ഡബിൾ ഡോർ ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. ആൻഡ് ഈ ഒരു മോഡലിലേക്ക് വരികയാണെങ്കിൽ 2 മരങ്ങൾ ക്ലബ് ചെയ്തിട്ട് ചെയ്ത രീതിയിൽ 2 ടൈപ്സ് ഓഫ് വുഡൻ ഗ്രെയിൻസ്. ഈ ഒരു വുഡൻ ഗ്രെയിൻസ് വേറെയാണ്, ഇത് വേറെയാണെന്നുള്ള രീതിയിൽ ഒരു കോമ്പിനേഷനിൽ ചെയ്തിരിക്കുന്ന ഒരു ഡോറാണ്. നിങ്ങൾ മരത്തിലോ WPCയിലോ ഒരു ഡോറ് വെക്കുകയാണെങ്കിൽ ഫ്രെയിം നിങ്ങൾ സെപ്പറേറ്റ് പണിയിപ്പിക്കണം. ഡോറ് ആ ഡിസൈനിൽ നിങ്ങൾ സെപ്പറേറ്റ് കാർപ്പൻട്രി ലേബറൊക്കെ കൊടുത്തിട്ട് പണിയിപ്പിക്കണം. അതിൻ്റെ ഹാൻഡിൽസ് നിങ്ങൾ സെപ്പറേറ്റ് വേറൊരു ഷോപ്പിൽ പോയി മേടിക്കണം. ലോക്കുകൾ നല്ലൊരു ബ്രാൻഡിൻ്റെ പോയി മേടിക്കണം. ഇതെല്ലാം കൂടെ അസംബിൾ ചെയ്യാനുള്ളൊരു ലേബർ കോസ്റ്റും നിങ്ങൾ കാണണം. എന്നാൽ ഇത് റെഡി ടു ഇൻസ്റ്റാൾ ഫിനിഷ്ഡ് ആയിട്ടാണ് നിങ്ങൾക്ക് സ്റ്റീൽ ഡോറുകൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുക. വുഡൻ കോട്ടഡ് ആയിട്ട് വരുന്ന ഹാൻഡിൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇവിടെ അടുത്തേക്ക് വന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഭാഗങ്ങളിലൊക്കെ ഡോറ് ലോക്കാവുന്നതാണ്. ഇവിടെ ലോക്കാവും, ഈ ഭാഗത്ത് ലോക്കാവും, ഇവിടെ ലോക്കാവും, അടിഭാഗത്ത് ലോക്കാവും, മുകൾ ഭാഗത്ത് ലോക്കാവും. ആ രീതിയിലാണ് ഡോറ് വരുന്നത്. 5 കീ ആട്ടോ നമുക്കൊരു ഡോർ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു തരിക. ഡോർ കം വിൻഡോ മോഡലിൽ വരുന്ന നല്ലൊരു മോഡലാണിത്. ഇതിനകത്ത് നമുക്ക് വിൻഡോ ആയിട്ട് ഉപയോഗിക്കാം, ഡോർ ആയിട്ടും യൂസ് ചെയ്യാം. ഇതാണ് നമ്മൾ നോർമൽ രീതിയിൽ ഓപ്പൺ ചെയ്യുന്ന വിൻഡോസ്, സ്വിംഗ് ഓപ്പൺ എന്നൊക്കെയാണ് അതിന് പറയുക. അപ്പോൾ ഈ വിൻഡോസിനകത്ത് നമസ്കാരം. എൻ്റെ പുറകിൽ കാണുന്ന ഈ വീട് കണ്ടോ, ഇവിടെ കിഡിലിനൊരു സ്റ്റീൽ ഡോറാണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഈ വീട്ടിലെ വിൻഡോസ് എല്ലാം വലിയ സൈസ് വരുന്ന വിൻഡോസ് ആണ്. ഇപ്പോൾ പുതിയ കാലത്ത് ആളുകൾ സ്റ്റീൽ ഡോറുകളും സ്റ്റീൽ വിൻഡോസും ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒരു വീട്ടിൽ ഉപയോഗിക്കുന്ന സമയത്ത് എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ഒരു ലുക്ക് ഉണ്ടാവുക, അത് നമുക്ക് ഉപയോഗിക്കാൻ എത്രത്തോളം സൗകര്യപ്രദമാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെക്ക് ചെയ്യുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മൈ ബെറ്റർ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിലാണ്. ഇതാണ് ഫ്രണ്ട് ഡോർ വരുന്നത്, ഡബിൾ ഡോർ ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. നല്ല ലെങ്ത് ഉള്ള സിറ്റ് ഔട്ടാണ്, അതുകൊണ്ട് തന്നെ വലിയൊരു വിൻഡോയും ഒരു ഡബിൾ ഡോറുമാണ് സിറ്റ് ഔട്ടിൽ നൽകിയിരിക്കുന്നത്. ഡോറിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ ഫുൾ കവേർഡ് ആയിട്ട് വരുന്ന ഫ്രെയിമാണ് ഡോറിന് നൽകിയിരിക്കുന്നത്. നല്ല രസമുള്ളൊരു പാറ്റേൺ ആണ് നൽകിയിട്ടുള്ളത്. മാത്രമല്ല നല്ല 2 വലിയ ഹാൻഡിൽസുകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഡോറിൻ്റെ ഡിസൈനിന് ഒരു മോഡേൺ ഒരു കണ്ടംപററി ലുക്ക് നൽകാൻ ഈ ഒരു ലെങ്തി ആയിട്ടുള്ള ഹാൻഡിൽസ് സഹായിക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ നോബാണ്, ഹാൻഡിൽ നോബാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. പിന്നെ നമുക്ക് കീ ഇടാൻ ആവശ്യമായിട്ടുള്ളൊരു കീ ഹോൾ നൽകിയിട്ടുണ്ട്. ഇവിടെ അകത്തുനിന്നുള്ള ആളുകൾക്ക് പുറത്താരാ വന്നിരിക്കുന്നതെന്ന് അറിയാനുള്ള 2 ഐ പീസുകൾ നൽകിയിട്ടുണ്ട്. ഇതാണ് ഈ ഒരു ഡോറിൻ്റെ ഓവറോൾ ലുക്ക് പറയുന്നത്. 210 ആണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്, 110 ആണ് ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്. നേരെ വിൻഡോസിലേക്ക് വരികയാണെങ്കിൽ സ്റ്റീൽ വിൻഡോസ് ആണ്. നോക്കുന്നതിൻ്റെ ലെങ്ത് നോക്കുക, ഏതാണ്ട് ഒരു 2.25 മീറ്ററോളം ലെങ്ത് വരുന്ന രീതിയിലാണ് ആ ഒരു വിൻഡോ ചെയ്തിരിക്കുന്നത്. ഹൈറ്റ് 210 സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ മരത്തിൽ ചെയ്യുന്ന സമയത്ത് ഇത്രയും വലിയ വിൻഡോ ചെയ്യാൻ വേണ്ടി നമുക്ക് വലിയൊരു എക്സ്പെൻസ് തന്നെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ട് വരും. എന്നാൽ അതിനേക്കാൾ കുറഞ്ഞൊരു എക്സ്പെൻസിൽ നമുക്ക് വിൻഡോ ചെയ്യാൻ സാധിക്കും. ആ ഒരു മോഡേൺ സ്ലീക്ക് ആയിട്ടുള്ള ഡിസൈൻ ഇതിനകത്ത് കൊണ്ടുവരാൻ സാധിക്കും. ഈ ഒരു വിൻഡോ മാത്രമല്ല കേട്ടോ, ഇവിടെ സൈഡ് ഭാഗത്ത് വലിയൊരു വിൻഡോ നൽകിയിട്ടുണ്ട്. അത് മുഴുവൻ സ്റ്റീൽ വിൻഡോ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റോഡ് നോക്കുന്ന സമയത്ത് ഈ വീടിൻ്റെ തന്നെ പ്രധാന ആകർഷണമായിട്ട് മാറുന്നത് ആ ഒരു വലിയ വിൻഡോയാണ്. അപ്പോൾ അത് മുഴുവൻ നമുക്ക് ഒരൊറ്റ സ്റ്റീൽ വിൻഡോ ആയിട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നുള്ളതാണ് സ്റ്റീലിൻ്റെ പ്രത്യേകത. വീടിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഡോറിൻ്റെ ബാക്ക് സൈഡ് കാണണ്ടേ, ഡോറ് നമുക്ക് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്ക് സൈഡിൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ്. ഒരു പ്ലെയിൻ ഡിസൈനാണ്, ഇതിൽ ഗ്രൂസ് ഒക്കെ വരുന്നുണ്ടാവും. ഹാൻഡിൽ നമുക്ക് ബാക്കിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഐ പീസിൻ്റെ ആ ഒരു ഹോൾസ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കും. ഇത് ഇവിടുത്തെ ബാൽക്കണി ഡോറാണ് കേട്ടോ. ബാൽക്കണി ഡോർ ചെയ്യുന്ന സമയത്ത് ഒരു പേരൻറ് സൺ കോമ്പിനേഷനാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു 3/4 ഡോറും പിന്നെ ഒരു 1/4 ഡോറും എന്നുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ബാൽക്കണിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ട് അകത്തേക്ക് പക്ഷികളൊന്നും വരാതെ ഈ ബാൽക്കണി സ്പേസ് വൃത്തികേടാക്കാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഒരു കർട്ടനും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡോറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ആ ഒരു ഡോർ ഒരു പൊടി പോലും ഇല്ലാതെ ഫ്രഷ് ആയിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് റൂം ഡോർ ആണ്, സിംഗിൾ ഡോർ ആയിട്ടാണ് നമുക്ക് കിട്ടുക. ഇതിന് അടിപ്പടി ഉണ്ടാവില്ല, നേരെ നമുക്ക് റൂമിലേക്ക് കയറി പോകാൻ ക്ലീനിങ്ങിനൊക്കെ ഈസി. അടിപ്പടി ഇല്ലാത്ത ഭാഗങ്ങൾ നമ്മൾ റൂമിൽ കൊടുക്കുന്നതാണ്. നമുക്കിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ ആയിട്ടുള്ള ലോക്കിംഗ് സിസ്റ്റം ആണ് ഇതിൽ റൂം ഡോർസിൽ വരിക. റൂം ഡോർസിനെ സംബന്ധിച്ചിടത്തോളം ഡോറിൻ്റെ കനത്തിലും വ്യത്യാസമുണ്ട് കേട്ടോ. ഫ്രണ്ട് ഡോറിൻ്റെ കനവും റൂം ഡോറിൻ്റെ
കനവും തമ്മിൽ വ്യത്യാസമുണ്ട്, ഫ്രെയിമിലും വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പോൾ ഫ്രെയിമിൻ്റെ തിക്നെസ് ആണെങ്കിലും ഫ്രണ്ട് ഡോറിൻ്റെ ഫ്രെയിം തിക്നെസ്സും റൂം ഡോറിൻ്റെ ഫ്രെയിം തിക്നെസ്സും വ്യത്യാസം വരുന്നുണ്ട്. അതേ വ്യത്യാസം തന്നെ ഇതിൻ്റെ റേറ്റിലും വരുന്നുണ്ട് കേട്ടോ. ഈ വീട്ടിലെ എല്ലാ ഡോറുകളും സ്റ്റീൽ ഡോർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സിമിലർ പാറ്റേൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ. ഇവിടെ 2 ഗ്രൂസ് മാത്രം നൽകിയിരിക്കുന്നു. ബാക്കി ഭാഗമൊക്കെ ഒരു പ്ലെയിൻ വുഡൻ ടെക്സ്ചർ നൽകിയിട്ടുണ്ട്. നമ്മളൊരു വീട് വെക്കുന്ന സമയത്ത് അതിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഡോറിലൂടെയാണ്. ഇപ്പോൾ നമുക്ക് കാണാം പല സ്ഥലത്തും മരം ചെതലൊക്കെ പിടിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ അടുത്ത റിലേറ്റീവിൻ്റെ വീട്ടിൽ തന്നെ നമ്മൾ ചെതൽ വന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ആലോചിക്കുന്ന സമയത്ത് സ്റ്റീൽ ഡോർ വേണോ മരത്തിൻ്റെ ഇത് വേണോ എന്നുള്ള സമയത്ത് ഞങ്ങൾ തമ്മിൽ ഒരു കൺഫ്യൂഷനായിരുന്നു. ഇപ്പം ഹസ്ബൻഡ് ബിനേഷ് ചേട്ടൻ അപ്പോൾ അവർ എന്തായാലും നിർബന്ധമായിരുന്നു സ്റ്റീൽ ഡോർ വെക്കണം എന്നുള്ളത്. കാരണം ഞങ്ങളുടെ സേഫ്റ്റിയാണ്. ഇപ്പോൾ ഹസ്ബൻഡ് ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക്, ബിനേഷ് ചേട്ടൻ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് എന്തായാലും ഞങ്ങളെ സേഫ്റ്റി ഉറപ്പുവരുത്തുക ഉള്ളത് കൊണ്ട് തന്നെ സ്റ്റീൽ ഡോർ എന്നുള്ള കൺസെപ്റ്റ് മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് സ്റ്റീൽ ഡോർ ഏത് എന്നുള്ളത് ചോദിക്കുമ്പോൾ പെട്ര തന്നെയാണ് പ്രിഫർ ചെയ്തത്. കാരണം വേറൊന്നുമല്ല, അവർ കൊടുക്കുന്ന സർവീസ്, പിന്നെ പെട്ര ഡോറിൻ്റെ ലോക്കിംഗ് സിസ്റ്റം, ഇപ്പം മൾട്ടി ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് പെട്ര തന്നെ സെലക്ട് ചെയ്യണമെന്ന് ബിനേഷ് ചേട്ടൻ പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ വേറെ ഒന്നും നോക്കിയിട്ടില്ല. വീട് മുഴുവനും അവർ തന്നെയാണ് എല്ലാം സെലക്ട് ചെയ്തിട്ട്. അപ്പോൾ എല്ലാ സേഫ്റ്റി ഫസ്റ്റാണ്. അതുകൊണ്ട് തന്നെ പെട്രയും ഞങ്ങൾ പ്രിഫർ ചെയ്തു. അത് നിങ്ങൾക്കും സെലക്ട് ചെയ്യുകയാണെങ്കിൽ 100% അത് സർവീസും അതുപോലെ തന്നെ എൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതുപോലുള്ള സ്റ്റീൽ ഡോറുകൾ പർച്ചേസ് ചെയ്യുന്ന ഷോറൂമിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പെട്ര സ്റ്റീൽ ഡോറിൻ്റെ ഷോറൂമിലാണ്. ഒരു അടിപൊളി ഷോറൂം കേട്ടോ. നല്ല ഭംഗിയിൽ ഡോറുകളൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഒരു കസ്റ്റമർ എന്നുള്ള രീതിയിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഹോസ്പിറ്റാലിറ്റി കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ഷോറൂം വന്നിട്ടുള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള മെച്ചം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഷോറൂമിൽ നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ ഡോറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ക്ലാരിറ്റി നമുക്ക് കിട്ടും. ഇതിൻ്റെ ഏതൊക്കെ ഡിസൈനുകൾ ശരിക്കും അവൈലബിൾ ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. സൈസ്, ഇതിൻ്റെ ഹാൻഡിൽസ്, ലോക്ക്, ഇതൊക്കെ നമുക്ക് ടച്ച് ആൻഡ് ഫീൽ ചെയ്യാനുള്ളൊരു അവസരം ഇത്തരത്തിലുള്ള ഷോറൂമിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുകയാണെങ്കിൽ ഒരുവിധം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതിൻ്റെ അവസാനം നിങ്ങൾ നേരിട്ട് വന്ന് കണ്ടുകൊണ്ട് ഇതിൻ്റെ ഫിനിഷ് മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യുന്നതാണ് ബെറ്റർ. പെട്ര സ്റ്റീൽ ഡോറിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. പേരൊന്ന് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തും. എൻ്റെ പേര് ശ്രീലാൽ എന്നാണ്. പെട്ര സ്റ്റീൽ ഡോർസിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഷോറൂമിൻ്റെ ലൊക്കേഷൻ ഏതാണ് കറക്റ്റ്? ഇതിപ്പോൾ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ വൈറ്റിലാണ്. വൈറ്റില ചളിക്കവട്ടമാണ് എക്സാക്ട് സ്റ്റോപ്പ്. ഇതാണ് ഈ കമ്പനിയുടെ ഹെഡ് ഓഫീസ് അല്ലേ? നിങ്ങൾക്ക് എല്ലാ ജില്ലകളിലും ഷോറൂമുകളും ഡീലേഴ്സ് ഒക്കെ അവൈലബിൾ ആണോ? ഓൾ കേരള നമുക്ക് അവൈലബിൾ ആണ് ടീംസ്. അതുപോലെ തന്നെ ഓൾ ഇന്ത്യയും നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ തമിഴ്നാട്ടിൽ തന്നെ കോയമ്പത്തൂർ, അതുപോലെ പല ഏരിയാസ്, ഇപ്പോൾ കോയമ്പത്തൂർ തന്നെ പല ഏരിയാസിൽ നമുക്ക് ടീംസ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ വീഡിയോസ് കാണുന്ന ആളുകൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പ്രേക്ഷകരുണ്ടെങ്കിൽ അവർക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള ഷോറൂമിന്റെ ലൊക്കേഷൻ കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമുക്ക് നമ്മൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ഏത് ഏരിയസിൽ വേണമെങ്കിലും അത് കണക്ട് ചെയ്ത് നമ്മുടെ ടീമിനെ കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എവിടെ നിന്നാണെങ്കിലും പ്രശ്നമില്ല. ഞാൻ ഇവരുടെ കോൺടാക്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അതിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിയറസ്റ്റ് ആയിട്ടുള്ള ഷോറൂമിന്റെ ലൊക്കേഷൻ ഇവർ പ്രൊവൈഡ് ചെയ്യും. അവിടെ പോയിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഡോറുകളൊക്കെ നേരിട്ട് കാണാൻ സാധിക്കും അല്ലേ? ഓക്കെ. അപ്പോൾ സ്റ്റീൽ ഡോർ മാത്രമാണ് ഈ ഷോറൂമിൽ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്? സ്റ്റീൽ ഡോർസ്, സ്റ്റീൽ വിൻഡോസ്, അതുപോലെ FRP ഡോർസ് ഒക്കെ നമുക്ക് ഈ ബാത്റൂമിലേക്ക് ആവശ്യമായിട്ടുള്ള FRP ഡോർസ്, വീട്ടിലോട്ടുള്ള എല്ലാ ഡോർ സൊല്യൂഷൻസും നിങ്ങൾ പ്രൊവൈഡ് ചെയ്യും. ആൻഡ് വിൻഡോ സൊല്യൂഷൻസ് അല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ, ഈ ഒരു വീഡിയോസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു അവസരം ചെയ്തു തന്നതിന് നന്ദി. അപ്പോൾ പ്രേക്ഷകർക്ക് നിങ്ങളുടെ പെട്ര സ്റ്റീൽ ഡോറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ സ്റ്റീൽ ഡോറുകളുടെ ഹൈലൈറ്റുകൾ ഒന്ന് നോക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഷോറൂമിലെ തന്നെ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു ഡോറിൻ്റെ മുമ്പിലാണ്. എന്ത് വലുപ്പമാണെന്ന് നോക്കിയാൽ 8 അടിയാണ് ഈ ഒരു ഡോറിന് ഹൈറ്റ് വരുന്നത്, 6 അടിയാണ് വിഡ്ത്ത് വരുന്നത്. ഒരുപാട് ഡീറ്റെയിലിംഗ് ഉണ്ട്. നിങ്ങളൊരു സ്റ്റീൽ ഡോർ വീട്ടിലേക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്രെയിമും ഇതിൻ്റെ ഡോറും ഇതിൻ്റെ ഹാൻഡിലും ലോക്കും ഒക്കെ ഇതിൻ്റെ കൂടെ തന്നെ വരും. നിങ്ങൾ സെപ്പറേറ്റ് പർച്ചേസ് ചെയ്യേണ്ട. നിങ്ങൾ മരത്തിലോ WPCയിലോ ഒരു ഡോറ് വെക്കുകയാണെങ്കിൽ ഫ്രെയിം നിങ്ങൾ സെപ്പറേറ്റ് പണിയിപ്പിക്കണം. ഡോറ് ആ ഡിസൈനിൽ നിങ്ങൾ സെപ്പറേറ്റ് കാർപ്പൻട്രി ലേബറൊക്കെ കൊടുത്തിട്ട് പണിയിപ്പിക്കണം. അതിൻ്റെ ഹാൻഡിൽസ് നിങ്ങൾ സെപ്പറേറ്റ് വേറൊരു ഷോപ്പിൽ പോയി മേടിക്കണം. ലോക്കുകൾ നല്ലൊരു ബ്രാൻഡിൻ്റെ പോയി മേടിക്കണം. ഇതെല്ലാം കൂടെ അസംബിൾ ചെയ്യാനുള്ളൊരു ലേബർ കോസ്റ്റും നിങ്ങൾ കാണണം. എന്നാൽ ഇത് റെഡി ടു ഇൻസ്റ്റാൾ ഫിനിഷ്ഡ് ആയിട്ടാണ് നിങ്ങൾക്ക് സ്റ്റീൽ ഡോറുകൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുക. അപ്പോൾ നിങ്ങളുടെ വീട് വെക്കുന്ന സമയത്ത്
നിങ്ങൾ കട്ടില വെക്കേണ്ടതില്ല. കട്ടില ഈ ഡോറിൻ്റെ ഒപ്പമാണ് വരിക. വീടിൻ്റെ ഫിനിഷിംഗ് സ്റ്റേജിൽ, അതായത് പ്ലാസ്റ്ററിങ് കഴിഞ്ഞിട്ടാണ് ഈ സ്റ്റീൽ ഡോറുകൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതും. അപ്പോൾ ഡോറിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ മെയിൻ ഫീച്ചേഴ്സ് ആയിട്ട് പറയുകയാണെങ്കിൽ ഡോറിൻ്റെ സൈസുകൾ ഏതൊക്കെ സൈസിൽ അവൈലബിൾ ആണെന്നുള്ള കാര്യം നമ്മൾ അറിയണം. അതേപോലെ ലോക്കുകൾ എങ്ങനെയൊക്കെ അവൈലബിൾ ആണ്, ഹാൻഡിൽ എങ്ങനെയൊക്കെ അവൈലബിൾ ആണ് എന്നുള്ളത് അറിയണം. പെട്ര സ്റ്റീൽ ഡോറിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 2 ടൈപ്പ് ഡിസൈനുകളാണ് മെയിനായിട്ട് കാറ്റഗറി ചെയ്തിട്ടുള്ളത്. ഒന്ന് എൻ്റെ പുറകിൽ കാണുന്ന തരത്തിലുള്ള ലക്ഷറി ഡിസൈൻസ് ആണ്. ഈ ഒരു ഡിസൈൻ തന്നെ നോക്കൂ, നല്ല ഭംഗിയിൽ ചെയ്തിരിക്കുന്ന വലിയ തരത്തിലുള്ള ഡോറുകളാണ്. അതായത് ഒരു ബിഗ്ഗസ്റ്റ് എഫക്റ്റ്, ഒരു മാസീവ് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഡോറുകൾ യൂസ് ചെയ്യുന്നത്. കൂടുതലും ഈ ബ്ലാക്ക് ഷെയ്ഡിലാണ് ഇത്തരത്തിലുള്ള ഡോറുകൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതേപോലെ തന്നെ പെട്രയുടെ പ്രീമിയം ഡോർസും ഈ ഷോറൂമിൽ അവൈലബിൾ ആണ്. അത് നമുക്ക് ഫ്രണ്ട് ഡോറായിട്ട് യൂസ് ചെയ്യാം, റൂം ഡോർസ് ആയിട്ട് യൂസ് ചെയ്യാം, നമ്മുടെ കിച്ചണിൽ അല്ലെങ്കിൽ ടെറസിലെ ഭാഗത്തേക്ക് നൽകുന്ന എക്സിറ്റ് ഡോറായിട്ടും യൂസ് ചെയ്യാൻ സാധിക്കും. സൈസിൽ വരുന്ന സമയത്ത് റൂം ഡോർസുകളൊക്കെ 90 സെൻറ്റിമീറ്റർ വിഡ്ത്തിലാണ് വരുന്നത്, 210 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണത് വരുന്നത്. ഫ്രണ്ട് ഡോറിലേക്കൊക്കെ വരുന്ന സമയത്ത് 1 മീറ്റർ വിഡ്ത്തിൽ ഡോർസ് അവൈലബിൾ ആണ്, 110 സെൻറ്റിമീറ്റർ വിഡ്ത്തിൽ ഡോർസ് അവൈലബിൾ ആണ്, 120 വിഡ്ത്തിലും ഡോർസ് അവൈലബിൾ ആണ്. ഹൈറ്റിലേക്ക് വരുന്ന സമയത്ത് 210 സെൻറ്റിമീറ്റർ, 240 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ഒരു സൈസ് വരുന്നത്. ലോക്കിലേക്കും ഹാൻഡിലേക്കും വരുന്ന സമയത്ത് ഡിഫറെൻറ്റ് ടൈപ്പ് ഹാൻഡിൽസ് നിങ്ങൾക്ക് പെട്രയിൽ അവൈലബിൾ ആണ്. ലോങ് ഹാൻഡിൽസ് അവൈലബിൾ ആണ്. ഈ ഒരു വലുപ്പം വരുന്ന തരത്തിൽ ഏതാണ്ട് ഒരു 4 അടിയിൽ കൂടുതൽ ലെങ്ത് ഈ ഒരു ഹാൻഡിൽസിന് വരുന്നുണ്ട്. ഇതേപോലെ തന്നെ ഫ്രിഡ്ജ് ഹാൻഡിൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ചെറിയ രീതിയിൽ വരുന്ന വുഡൻ കോട്ടഡ് ആയിട്ട് വരുന്ന ഹാൻഡിൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ലോക്കിലേക്ക് വരുന്ന സമയത്തോ ഇതാണ് കേട്ടോ ഇവരുടെ ഡിജിറ്റൽ ലോക്ക്. ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന സാധനമാണ്. നമ്മുടെ ഫേസ് ഇതിൽ ഡിറ്റക്ട് ചെയ്തുകൊണ്ട് ഫേസ് വെച്ചിട്ട് നമുക്ക് ഡോറ് തുറക്കാൻ പറ്റും. അപ്പോൾ ഈ ഷോറൂമിൽ ഇപ്പോൾ നമ്മുടെ ഫേസ് വരുമ്പോൾ അൺലോക്കിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. ഷോറൂമിലെ കസ്റ്റമേഴ്സിൻ്റെ ഒക്കെ ഫേസ് വെച്ചിട്ടുള്ളൊരു പ്രോഗ്രാമാണ് ഇവരിപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് നമ്മുടെ വീട്ടിലെ ആളുകളുടെ, നമ്മുടെ മക്കളുടെ, നമ്മുടെ വൈഫിൻ്റെ ഒക്കെ മാത്രം ഫേസ് വെച്ചിട്ട് അൺലോക്ക് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റാം. നമ്പർ ലോക്കിംഗ് ഉണ്ട്. നമുക്കൊരു പാസ്കോഡ്, മൊബൈലിലൊക്കെ പാസ്കോഡ് കൊടുക്കുന്ന പോലെ നമ്പർ സെറ്റ് ചെയ്തിട്ട് ലോക്ക് ചെയ്യുന്ന പരിപാടിയുണ്ട്. ഫിംഗർ പ്രിൻറ്റ് വെച്ചിട്ട് നമുക്ക് അൺലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഫിംഗർ പ്രിൻറ്റിൻ്റെ സെൻസർ ഇതിനകത്തുണ്ട്. മാത്രമല്ല ഇതിൻ്റെ കീയും കൂടെ വരുന്നുണ്ട്. നമുക്കിതൊന്നും ഇല്ലെങ്കിലും കീ ഇട്ട് നോർമലായിട്ടും ഇത് ഓപ്പൺ ആക്കാൻ സാധിക്കും. ഇതാണ് സിലിണ്ടറിക്കൽ ലോക്ക് വരുന്നത്. ഫ്രിഡ്ജ് ഹാൻഡിൽ എന്ന് വെച്ചാൽ ഇതാണ്. നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ കണ്ടിട്ടില്ല ഇത്തരത്തിലുള്ള ഒരു ഡോറിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഹാൻഡിൽ. നമുക്ക് വളരെ ഈസി ആയിട്ട് ഡോറ് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. നമ്മളിങ്ങനെ ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് 17 ഭാഗത്ത് സെറ്റ് ചെയ്തിരിക്കുന്ന ലോക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇവിടെ അടുത്തേക്ക് വന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഭാഗങ്ങളിലൊക്കെ ഡോറ് ലോക്കാവുന്നതാണ്. ഇവിടെ ലോക്കാവും, ഈ ഭാഗത്ത് ലോക്കാവും, ഇവിടെ ലോക്കാവും, അടിഭാഗത്ത് ലോക്കാവും, മുകൾ ഭാഗത്ത് ലോക്കാവും. ആ രീതിയിലാണ് ഡോറ് വരുന്നത്. 5 കീ ആട്ടോ നമുക്കൊരു ഡോറ് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു തരിക. ഈ ബോക്സിൽ കാണുന്നതൊക്കെ ഇതിൻ്റെ കീ ആണ്. അപ്പോൾ നമ്മുടെ വീട്ടിലെ വൈഫും മക്കളൊക്കെ ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് കീ പിടിക്കണമെങ്കിൽ അങ്ങനെ പിടിക്കാം. ഇനിയിപ്പം കീ സെപ്പറേറ്റ് പല സ്ഥലങ്ങളിലായിട്ട് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാനുള്ള 5 കീസ് നമുക്ക് ഇതിൻ്റെ ഒപ്പവും കിട്ടും. ഇതൊരു ആൻറ്റിക് ടൈപ്പ് ഹാൻഡിൽ ലോക്കുകളാട്ടോ. ഈ ഒരു ഡിസൈൻ വരുന്ന ലോക്കുകൾ ലക്ഷറി ഡിസൈനിൽ മാത്രമേ അവൈലബിൾ ആവൂ. അല്ലാത്ത സമയത്തൊക്കെ നോർമൽ ഒരു ബ്ലാക്ക് കളറിൽ വരുന്ന ഹാൻഡിൽ ലോക്ക് അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ കളറിൽ വരുന്ന ഹാൻഡിൽ ലോക്കുകളാണ് നിങ്ങൾക്ക് അവൈലബിൾ ആവുക. ഈ ഒരു ഡിസൈൻ വൈസ് വരുന്നത് വേണമെങ്കിൽ ഇത്തരത്തിലുള്ള ലക്ഷറി ഫിനിഷിൽ വരുന്ന ഡോറുകൾ നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടതുണ്ട്. 20,000 രൂപ മുതൽ നിങ്ങൾക്ക് സ്റ്റീൽ ഡോറുകൾ അവൈലബിൾ ആവട്ടോ. നമുക്കൊരു മരത്തിൻ്റെ ഡോറ് ഫ്രെയിമും ലോക്കും ഡോറും ഒക്കെ പണിയിപ്പിക്കണമെങ്കിൽ എങ്ങനെ പോയാലും ഇതിനേക്കാളും കോസ്റ്റ് വരുമ്പം നമുക്ക് റൂം ഡോർസ് 20,000 രൂപ മുതൽ പെട്രയിൽ അവൈലബിൾ ആണ്. ഫ്രണ്ട് ഡോറുകൾ 30,000 രൂപ മുതലും അവൈലബിൾ ആണ്. അതേപോലെ ഒരു കണ്ടംപററി ഒരു മോഡേൺ സ്റ്റൈലിലൊക്കെയുള്ള വീടുകളാണ് ചെയ്യുന്നതെങ്കിൽ, ഒരു ബോക്സ് ടൈപ്പ് വീടുകളാണ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ സ്യൂട്ടബിൾ ആവുന്ന കളേഴ്സ് ആയിരിക്കും. ഇങ്ങനെ സോളിഡ് കളറിൽ, ഒരു സിംഗിൾ സോളിഡ് കളറിൽ വരുന്നത്. ഇതിപ്പോൾ ഒരു ഐവറി കളറിൽ വരുന്ന PTR 202 എന്ന് പറയുന്ന മോഡലാണ്. ഐവറിയിൽ ഇങ്ങനെ ചെറിയ ഗ്രൂസുകൾ വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഗ്രൂസാണ് വരുന്നത്. നിങ്ങൾക്ക് ഈ ഡോറുകൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഷോറൂമിൽ വരണം. നിങ്ങൾ എന്തായാലും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാലും ഷോറൂമിൽ ഡയറക്റ്റ് പോയിട്ട് ഈ ഒരു ഫിനിഷും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇൻറ്റീരിയറിനോട് മാച്ച് ആവുന്നുണ്ടോ എന്നുള്ള കാര്യം നേരിട്ട് കാണണം കേട്ടോ. ഷോറൂമിൽ വന്നു കഴിഞ്ഞ് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 4-5 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ വീട്ടിൽ ഈ ഡോർ ഡെലിവർ ആയിട്ട് കിട്ടും. നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഡോറിലേക്ക് വരുന്ന
സമയത്തോ ഇതാണ് നമുക്ക് ഡോറിൽ ടച്ച് ചെയ്യുമ്പോൾ കേൾക്കുന്ന സൗണ്ട്. പക്ഷെ ഒരു കാര്യം കൂടെ നമ്മൾ ചെയ്യേണ്ടി വരും. ഇവിടെ ഈ ഒരു ഫ്രെയിമിൽ നമ്മൾ ടച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു മെറ്റാലിക് സൗണ്ട് ആയിരിക്കും കേൾക്കുക. ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു വുഡൻ ഫ്രെയിമിലൊക്കെ നമുക്ക് തട്ടുന്ന സൗണ്ട് ആയിരിക്കും കേൾക്കുക. കാരണം ഇതിനകത്ത് ഇത് ഫിനിഷ്ഡ് ആണ്. ഇതിൽ പ്രത്യേകിച്ച് ഇനി നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. ഇതിൻ്റെ ഉള്ളിൽ അവർ ഹണി കോമ്പൊക്കെ ഫില്ല് ചെയ്തിട്ട് അതൊരു സോളിഡ് ബോഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇത് പക്ഷേ ഇപ്പോഴും ഇതിനകത്ത് ഫില്ല് ചെയ്യാത്ത സ്റ്റേറ്റിലാണ്. നമ്മൾ ഡോർ ഫിക്സ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ഇതിനകത്ത് സാൻഡ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ സെയിം ആ ഒരു സോളിഡ് ഫീലിലേക്ക് നമുക്ക് ഈ ഫ്രെയിം കൊണ്ടുവരാൻ സാധിക്കും. സോ ഷോറൂമിൽ നിങ്ങൾ ഫ്രെയിമിൽ തട്ടുന്ന സമയത്ത് ഒരു മെറ്റാലിക് ഫീൽ കേൾക്കുമ്പോൾ മനസ്സിലാവുക ഇത് നിങ്ങളുടെ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴാണ് അത് ഫുൾ ഫിനിഷ്ഡ് ആവുക. സോ 5 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഡോർ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സൈറ്റിലെത്തും. കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഈ ഡോറുകൾ അവൈലബിൾ ആണ്. കോൺടാക്ട് നമ്പർ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ നൽകുന്നുണ്ട്. ഇത് ഡോർ കം വിൻഡോ വരുന്ന മോഡലാണ്. അവിടെ ഇതേപോലെ ഒരു ഫാദർ സൺ എന്നുള്ള രീതിയിൽ, ഫാദർ ഈ പാർട്ടാണ്, സൺ ഈ പാർട്ടാണ്. ഒരു വലിയ ഡോറും ഒരു കുഞ്ഞു ഡോറും വരുന്ന ഒരു കോമ്പിനേഷനിലാണ് അത് വരിക. ഈ ഭാഗത്ത് ഗ്ലാസ് വരുന്നുണ്ട്, അതിൽ ഗ്രില്ലും വരുന്നുണ്ട്. ഇങ്ങനെയുള്ളൊരു മോഡലാണ്. 180 സെൻറ്റിമീറ്റർ, 6 അടിയാണ് ഈ ഡോറിന് വീതി വരുന്നത്, 7 അടിയാണ് ഇതിന് ഹൈറ്റ് വരുന്നത്. ആൻഡ് ഈ ഒരു മോഡലിലേക്ക് വരികയാണെങ്കിൽ 2 മരങ്ങൾ ക്ലബ് ചെയ്തിട്ട് ചെയ്ത രീതിയിൽ 2 ടൈപ്സ് ഓഫ് വുഡൻ ഗ്രെയിൻസ്. ഈ ഒരു വുഡൻ ഗ്രെയിൻസ് വേറെയാണ്, ഇത് വേറെയാണെന്നുള്ള രീതിയിൽ ഒരു കോമ്പിനേഷനിൽ ചെയ്തിരിക്കുന്ന ഒരു ഡോറാണ്. ഇതും ഇതേപോലെ ഫ്രണ്ടിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഡോറാണ്. 210 ആണ് ഹൈറ്റ് വരുന്നത്. ഫ്രെയിമൊക്കെ ഫ്ലാറ്റ് ഫിനിഷാണ് വരുന്നത്. ഡോറിൻ്റെ തന്നെ ഫിനിഷ് വരുന്നു. അടിപ്പടി വരുന്നൊരു മോഡലാണ്. റൂം ഡോർസിൻ്റെ ഒരു എക്സാമ്പിൾ കാണിക്കട്ടോ. റൂം ഡോർസിൽ വരുമ്പോൾ വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിൽഡ് ക്വാളിറ്റി ഒക്കെ സെയിം തന്നെയാണ്. പക്ഷേ ലോക്കിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഈ ഡോറിലൊക്കെ ഒരു 7 ലോക്സേ വരുന്നുള്ളൂ. നമുക്ക് ഫ്രണ്ടിൽ വരുന്ന പോലെ 17 ലോക്ക് റൂം ഡോറിൽ വരില്ല. അതൊരു 7 ലോക്കുകളാണ് അതിനകത്ത് വരിക. മാത്രമല്ല കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ്. അടിയിൽ നോക്കുകയാണെങ്കിൽ അടിപ്പടി ഉണ്ടാവില്ല. ഈ ഭാഗം നമ്മുടെ ഫ്ലോറിനകത്ത് ടൈൽസിൻ്റെ ആ ഒരു ലെവലിന് താഴെ പോകുന്ന ഭാഗമാണ്. ബാക്കി ഈ ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്ത് കാണുക. 5 ഇഞ്ച് ആയിരിക്കും ഫ്രെയിമിന് തിക്നെസ് വരിക. 5 ഇഞ്ച് ആയിരിക്കും ടോട്ടൽ ഫ്രെയിമിന് തിക്നെസ് വരുന്നുണ്ടാവുക. ഫ്രണ്ട് ഡോറൊക്കെ ആണെങ്കിൽ നമുക്ക് 9 ഇഞ്ച് തിക്നെസ് വരുന്നുണ്ട്, 6 ഇഞ്ച് തിക്നെസ് വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് അതിനകത്ത് ഓപ്ഷൻസ് ഉണ്ട്. റൂം ഡോർസ് 5 ഇഞ്ചിലേ മാത്രമേ വരുള്ളൂ. ആൻഡ് നിങ്ങൾ ഇപ്പോൾ കാണുന്നതാണ് പെട്രയുടെ ഡോർ കം വിൻഡോ മോഡലിൽ വരുന്ന നല്ലൊരു മോഡലാണിത്. ഇതിനകത്ത് നമുക്ക് വിൻഡോ ആയിട്ട് ഉപയോഗിക്കാം, ഡോറായിട്ടും യൂസ് ചെയ്യാം. നിങ്ങൾ ബെഡ്റൂമിന് ബാൽക്കണി സ്പേസ് ഒക്കെ സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ളൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവും. ബിക്കോസ് നമ്മളിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ഡോറായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. മാത്രമല്ല ഈ ഒരു പോർഷൻ മാത്രം നിങ്ങൾക്ക് ഒരു വിൻഡോ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഭാഗം മാത്രം ക്ലോസ് ചെയ്തുകൊണ്ട് ഇതിനെ ഒരു വിൻഡോ ആയിട്ട് ആക്ട് ചെയ്യിക്കാൻ സാധിക്കും. അതേസമയം പുറത്തോട്ട് ഇറങ്ങാനുള്ള ഒരു പ്രൊവിഷനും ഇതിൽ നൽകിയിട്ടുണ്ട്. ഇതിനെ സ്വിംഗ് ഓപ്പൺ എന്നാണ് പറയുക. ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നതിനെ സ്വിംഗ് ഓപ്പൺ എന്നാണ് പറയുക. ഇതല്ലാതെ തന്നെ സ്ലൈഡിംഗ് ഓപ്പണിലും ഇവിടെ വിൻഡോസ് അവൈലബിൾ ആണ്. ഇതാണ് ഇവരുടെ സ്ലൈഡിംഗ് മെക്കാനിസം വരുന്നത്. അടിയിലൂടെ ട്രാക്ക് ഇങ്ങനെ റോൾ ചെയ്തിട്ടാണ് ഈ ഒരു സ്ലൈഡിങ് വർക്ക് ചെയ്യുന്നത്. നമുക്കിത് ഏത് കളറിലും കിട്ടും കേട്ടോ. നമുക്കിത് അവൈലബിൾ ആവും, വിൻഡോസ് അവൈലബിൾ ആവുക പ്രൈമർ ഫിനിഷിനകത്താണ്. അത് നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ഇൻറ്റീരിയറിനോട് മാച്ച് ചെയ്യുന്ന എപ്പോക്സി കളേഴ്സ് നമുക്ക് ഇതിനകത്ത് പെയിൻറ്റ് ചെയ്യാൻ സാധിക്കും. ഇതാണ് നമ്മൾ നോർമൽ രീതിയിൽ ഓപ്പൺ ചെയ്യുന്ന വിൻഡോസ്, സ്വിംഗ് ഓപ്പൺ എന്നൊക്കെയാണ് അതിന് പറയുക. അപ്പോൾ ഈ വിൻഡോസിനകത്ത് ഗ്ലാസ് വരില്ല കേട്ടോ. ഗ്ലാസ് നമ്മൾ സെപ്പറേറ്റ് ഇടണം. ഇതേപോലെ ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാലുള്ള ഫിനിഷ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് നമ്മൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നതല്ല, നമ്മളത് സെപ്പറേറ്റ് പർച്ചേസ് ചെയ്യണം. ഗ്രില്ല് ഇതിനൊപ്പം തന്നെ വരുന്നുണ്ട്, നമ്മൾ സെപ്പറേറ്റ് മേടിക്കേണ്ട. ഇതിൻ്റെ ഫ്രെയിമും ഈ പറയുന്ന ഡോർ ഫിനിഷും വരും. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഫ്രണ്ടിലൊക്കെ ചിലപ്പം നിങ്ങൾ വുഡൻ ഫിനിഷുകളാണ് വേണ്ടതെന്നുള്ളത് നിങ്ങളുടെ ആർക്കിടെക്ട് സജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് വുഡിൻ്റെ ഗ്രെയിൻസ് ആണോ വേണ്ടത് ആ ഒരു സ്റ്റെയിനറിൽ നിങ്ങൾ വുഡൻ ഗ്രെയിൻസുകൾ പെയിൻറ്റേഴ്സിനെ കൊണ്ട് വരപ്പിക്കണം. അപ്പോൾ ഒരു വുഡൻ ഫിനിഷിലേക്കും ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റും. സോളിഡ് കളറിൽ ചെയ്യുന്ന ഒത്തിരി ആർക്കിടെക്ട് ഉണ്ട്. അപ്പോൾ ഇപ്പം വുഡൻ ഫിനിഷൊക്കെ മാറ്റി സിംഗിൾ കളറിലോ വൈറ്റിലോ ബ്ലാക്കിലോ ചെയ്യുന്ന ഒത്തിരി ആർക്കിടെക്ട്സുകൾ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ വീഡിയോസിൽ തന്നെ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. സോ ഈ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങളൊരു സ്റ്റീൽ ഡോർ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ പെട്രയുടെ സ്റ്റീൽ ഡോർസിൻ്റെ ഷോറൂമിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവിടെ വരാം. ഡോർസിൻ്റെ ഡിസൈൻസ് ഒക്കെ നേരിട്ട് ടച്ച് ആൻഡ് ഫീൽ ചെയ്യാൻ സാധിക്കും. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമ്പേഴ്സും കോൺടാക്ട് ഡീറ്റെയിൽസും എല്ലാം ഞാനിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളും ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ഇവരുടെ കൂടുതൽ മോഡൽസും അപ്ഡേറ്റ്സുകളൊക്കെ അതിൽ അറിയാൻ സാധിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.